LLBക്ക് ഞാൻ ആദ്യം വിചാരിച്ചത്, അപ്പോൾ പാർട്ടി പ്രവർത്തനമൊക്കെ അപ്പോഴും വളരെ ആക്റ്റീവാണ്, ചുമതലയൊക്കെ ആയിട്ട് മണ്ഡലത്തിൻ്റെയൊക്കെ ചുമതലയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോഴും ഞാൻ യുവമോർച്ചയിലായിരുന്നോ? യുവമോർച്ച BJP ആയിട്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ LLBക്ക് അഡ്മിഷൻ മേടിക്കാമെന്നുള്ളൊരിതായിരുന്നു പാർട്ടിയുടെ ഇതിൽ. അങ്ങനെ അന്ന് രാമപിള്ള സാറാണ് അന്ന് സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു BJPയുടെ. രാമപിള്ള സാറിനെ കണ്ടു. രാമപിള്ള സാറ് അങ്ങനെ അയ്യപ്പൻ പിള്ള സാറ് ഒരു വളരെ മുതിർന്ന സീനിയറായിട്ടുള്ള നമ്മുടെ ഒരു അഭിഭാഷകനും പാർട്ടിയുടെ വളരെ ഒരു നേതാവും ഒക്കെയാണ്. അയ്യപ്പൻ പിള്ള സാറിനെ കണക്ട് ചെയ്തു തന്നു. അയ്യപ്പൻ പിള്ള സാറ് ഈ അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്തപ്പോൾ എനിക്കൊരു 5 or 6 മാർക്ക് കുറവ്, മിനിമം മാർക്ക് ഇല്ല. അന്ന് അവിടെയാണെങ്കിൽ എൻട്രൻസ് ഇല്ല. എൻട്രൻസ് ഇല്ലാത്തത് കാരണം അങ്ങനെ ഒരു മാർക്കിൻ്റെ എനിക്ക് അതില്ല. പക്ഷേ അപ്പോൾ പിന്നെ വീണ്ടും എൻട്രൻസിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എന്നോട് പറഞ്ഞു, ഇത് ലോ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു, എൻട്രൻസിന് വേണ്ടിയിട്ട്. ലോ കോളേജിൽ എൻട്രൻസിന് അപ്ലൈ ചെയ്തു. അപ്പോൾ പിന്നെ 2 ആഴ്ച എന്തേ ഉള്ളൂ എനിക്ക് തോന്നുന്നു. ഒരു ഗൈഡൊക്കെ മേടിച്ച് വെച്ചിട്ട് പിന്നെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയായിരുന്നു എൻട്രൻസിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് പഠിച്ച് പിന്നീട് എക്സാമിൻ്റെ അന്നത്തെ ദിവസം അങ്ങനെ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് അറിയുന്നത് എൻട്രൻസ് എക്സാം മാറ്റിവെച്ചു. അപ്പോൾ ഒരാഴ്ച കൂടെ കിട്ടി എനിക്ക്. അത് വലിയൊരു ഭാഗ്യമായിരുന്നു യഥാർത്ഥത്തിൽ. ആ ഒരാഴ്ച വീണ്ടും പഠിച്ചു. വീണ്ടും പഠിച്ചത് കാരണം അവസാനം എൻട്രൻസ് പാസ്സായി. 108ാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം ലോ കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി. അങ്ങനെ അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു.